നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് വിസ്ലാവ സിംബോസ്ക എന്ന പോളിഷ് എഴുത്തുകാരിയുടെ നത്തിങ് ട്വൈസ് എന്ന കവിതയാണ്. ഈ കവിതയുടെ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ നത്തിങ് ട്വൈസ്, ഒന്നും രണ്ടാമതായിട്ട് സംഭവിക്കുന്നില്ല എന്ന് വെച്ചാൽ ജീവിതത്തിലെ ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്. കാരണം ഈ ഒരു നിമിഷം നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അപ്പോൾ നൈമിഷികമായുള്ള ജീവിതത്തെ പറ്റിയിട്ടാണ് ഈ കവിതയിലുടനീളം കവി പറഞ്ഞു വെക്കുന്നത്. നമുക്ക് കവിതയിലേക്ക് കടക്കാം. ഫസ്റ്റ് സ്റ്റാൻസ് നോക്കാം. നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്. In consequence, the sorry fact is that we arrive here improvised and leave without the chance to practice. അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിലൂടെ കവിയുടെ മൊത്തം ഐഡിയ പറഞ്ഞു വെക്കുന്നുണ്ട് കവി. അതായത് അപ്പോൾ നമ്മുടെ ഓരോ നിമിഷവും യുണീക്ക്നെസ് ആണ്. യുണീക്ക്നെസ് വെച്ചാൽ അതിന് പകരം വെക്കാൻ വേറൊന്നുമില്ല, അതുല്യമായതാണ്. നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്, ഒന്നും രണ്ടാമതായിട്ട് സംഭവിക്കുന്നില്ല. കാരണം ഒന്ന് സംഭവിച്ച പോലെ പിന്നെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം നമ്മുടെ ഓരോ നിമിഷവും ഒരിക്കലും തിരിച്ചു കിട്ടില്ല, വിലപ്പെട്ടതാണ്. അത് യുണീക്ക്നെസ് ആണെന്നാണ് പറയുന്നത്. ഇൻ കോൺസിക്വൻസ് ദ സോറി ഫാക്ട് ഈസ്, ഇനി അതിനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ചാൽ ദാറ്റ് വി അറൈവ് ഹിയർ, നമ്മളിവിടെ എത്തിയിട്ടുള്ളത്, നമ്മൾ ഭൂമിയിൽ എത്തിയിട്ടുള്ളത് ഇംപ്രവൈസ്ഡ് ആണ്. ഇംപ്രവൈസ് എന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ഒന്നും കിട്ടിയിട്ടില്ല. ആൻഡ് ലീവ് വിത്തൗട്ട് ദ ചാൻസ് ടു പ്രാക്ടീസ്, അല്ലേ, നമ്മൾ ഒരു പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം പോലും ലഭിക്കാതെ നമ്മൾ ഭൂമി വിട്ട് പോകുക എന്ന് പറയണം. അതായത് വി ഡിപ്പാർട്ട് ഫ്രം ലൈഫ് വിത്തൗട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു റിഹേഴ്സ് ഓർ പെർഫെക്റ്റ് അവർ എക്സിസ്റ്റൻസ് എന്നാണ്. നമ്മളെ ജീവിതത്തിൽ നമുക്ക് റിഹേഴ്സലുകളൊന്നുമില്ല, കാരണം വേറെ പ്രാക്ടീസുകളൊന്നുമില്ല. നമ്മൾ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നല്ലത് സംഭവിക്കും, ചിലപ്പോൾ ബാഡായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ ഇവിടെ റിഹേഴ്സലുകളൊന്നും ഇല്ലാതെ നമ്മളെ ജീവിതം പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കാൻ സമയം കിട്ടാതെ നമ്മൾ ഈ ഭൂമി വിട്ട് പോവുകയാണെന്ന് പറയണം. അതായത് ജീവിതത്തിലെ ഓരോ നിമിഷവും അത്രയും വിലപ്പെട്ടതാണ്. ആ ഒരു നിമിഷത്തിനകത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനോ റിഹേഴ്സൽ ചെയ്യാനോ ഒന്നും സമയമില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും നമുക്ക് അത്രയേറെ പ്രാധാന്യമുള്ളതെന്നാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിലൂടെ കവി പറയുന്നത്. ഇവിടെ കവി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പോയറ്റിക് ഡിവൈസ് ആണ് പാരഡോക്സ് എന്ന് വെച്ചാൽ. പാരഡോക്സ് എന്ന് വെച്ചാൽ വിരോധാഭാസം എന്നാണ്. നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ ആ വാക്കിന് അത്ര വലിയ അർത്ഥമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അത് ഫൂളിഷ്നെസ് ആയിരിക്കും, മണ്ടത്തരായിരിക്കും. പക്ഷെ അതിനകത്ത് ചെന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്തൊരു വലിയ അർത്ഥം കണ്ടെത്താൻ പറ്റുന്നുണ്ട്, ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത്. അത്തരത്തിലൊരു വാക്കാണ് അറൈവിങ് ഇംപ്രവൈസ്ഡ് എന്നുള്ളത്. അത് സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ ഡെസ്പൈറ്റ് അവർ എഫേർട്സ്, നമുക്ക് എഫേർട്സ് ഉണ്ടായിട്ട് പോലും വി ആർ അൺപ്രിപ്പയർഡ് ഫോർ ലൈഫ്സ് അൺപ്രഡിക്റ്റബിലിറ്റി. ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ. ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും മുൻകൂട്ടി കാണാൻ പറ്റില്ല. അവിടെ ഒരു സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ പ്രീ ഡിറ്റർമൈൻഡ് പ്ലാനോ ഒന്നുമില്ല, മുൻകൂട്ടി തീരുമാനിച്ച ഒരു സ്ക്രിപ്റ്റോ പ്ലാനോ ഒന്നുമില്ല. അത് ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെ അൺപ്രഡിക്റ്റബിൾ ആയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാനായിട്ടാണ് ഈ ഒരു പാരഡോക്സ് അറൈവിങ് ഇംപ്രവൈസ് എന്നുള്ള ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ദെൻ സ്റ്റാൻസ 2ലേക്ക് കടക്കാം. ഈവൻ ഇഫ് ദർ ഈസ് നോ വൺ ഡമ്മർ, if you are the planet's biggest dunce, you can't repeat the class in summer. This course is only offered once. ഈ ഒരു സ്റ്റാൻസിൽ പറഞ്ഞു വെക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ യുണീക്നെസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് ഇത് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്, ഓരോ വ്യക്തികളുടെയും അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ ഈവൻ ഇഫ് ദർ ഈസ് നോ വൺ ഡമ്മർ. ഡമ്മർ എന്ന് വെച്ചാൽ മൂടൻ, മടിയൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒന്നിനും കൊള്ളാത്ത ഒരാൾ എന്നുള്ള രീതിയിലാണ് ഡമ്മർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക, അല്ലേ, സ്റ്റുപ്പിഡ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇഫ് ദർ ഈസ് നോ വൺ ഡമ്മർ, അല്ലേ, ഇവിടെ ഒരു മണ്ടനും ഇല്ല, അല്ലേ, ദാൻ യു എന്നുള്ള രീതിയിലാണ്. അതായത് നിങ്ങളെക്കാൾ മണ്ടനായുള്ള ഒരാളും ഇവിടെ ഇല്ല. ഇഫ് യു ആർ ദ പ്ലാനറ്റ്സ് ബിഗ്ഗസ്റ്റ് ഡൺസ്, ഡൺസ് എന്ന് പറഞ്ഞാലും ഫൂളിഷ് എന്നുള്ള വാക്ക് തന്നെയാണ് കേട്ടോ, മണ്ട എന്നുള്ള വാക്ക് തന്നെയാണ്. അപ്പോൾ ഈ പ്ലാനറ്റ്സിലെ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മണ്ടൻ നിങ്ങളാണെങ്കിൽ, ഏറ്റവും വലിയ ഫൂളിഷ് ആയിട്ടുള്ള ആൾ നിങ്ങളാണെങ്കിൽ, യു കാൺ, നിനക്ക് ഒരിക്കലും റിപ്പീറ്റ് ദ ക്ലാസ് ഇൻ സമ്മർ, സമ്മറിലെ ക്ലാസ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്ത് തരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ക്ലാസ്സിൽ മോശമായ ഒരു കുട്ടിക്ക് ആ ക്ലാസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ രീതിയിൽ നമുക്ക് ആ ക്ലാസ് മേക്കപ്പ് ചെയ്യാൻ പറ്റും, വേറെ ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ വേറെ റീടേക്കുകളൊന്നുമില്ല, വേറെ അവസരങ്ങളൊന്നുമില്ല. ഒരു തവണ നമുക്ക് കിട്ടുള്ളൂ, അത് ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കണം എന്ന് പറയണം. അതായത് ജീവിതത്തെ ഇവിടെ ക്ലാസ്സുമായിട്ട് കമ്പയർ ചെയ്യണം. ജീവിതം എന്ന് പറയുന്ന ഒരു ക്ലാസ് റൂം പോലെയാണ്. ജീവിതത്തിൽ കിട്ടുന്ന ഓരോ അനുഭവങ്ങളും നമുക്ക് ആ സമയത്ത് മാത്രം ലഭിക്കുന്നതാണ്. പിന്നീട് ഒരിക്കലും നമുക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ കിട്ടില്ല. നമ്മൾ സമ്മർ സമയത്ത് കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ ക്ലാസ് റിപ്പീറ്റ് ചെയ്യുന്ന പോലെ നമുക്കിവിടെ കിട്ടില്ല. നിങ്ങൾ ഒരു മണ്ടനായിക്കോട്ടെ, ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ഫൂളിഷ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരിക്കലും ആ ക്ലാസ് തിരിച്ച് കിട്ടില്ല. ദിസ് കോഴ്സ് ഈസ് ഓൺലി ഓഫേർഡ് വൺസ്. അതിന് കാരണം ഈ ഒരു കോഴ്സ് ഒരിക്കൽ മാത്രമേ നൽകുന്നുള്ളൂ എന്ന് പറയണം. കാരണം ഈ ജീവിതമാകുന്ന കോഴ്സ് അല്ലെങ്കിൽ ജീവിതമാകുന്ന ക്ലാസ്സിനകത്ത് കിട്ടുന്ന ഓരോ അനുഭവങ്ങളും ഓരോ നിമിഷങ്ങളും നമുക്ക് അത്രയും വിലപ്പെട്ടതാണ്. അതിന് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നാണ് പറയുന്നത്.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു മെറ്റഫർ ഉണ്ട്, കമ്പയറിംഗ് ലൈഫ് ടു എ ക്ലാസ്. അപ്പോൾ ഇവിടെ ഒരു ക്ലാസ് റൂമായിട്ടാണ് ജീവിതത്തെ കമ്പയർ ചെയ്യുന്നത്. കമ്പയറിംഗ് ലൈഫ് ടു എ ക്ലാസ് എന്നാണ്. അപ്പോൾ ക്ലാസ്സിനെ ജീവിതമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതൊരു മെറ്റഫർ ആണ്, അതൊരു പോയറ്റിക് ഡിവൈസ് ആണ്. പോയറ്റിക് ഡിവൈസ് എന്ന് വെച്ചാൽ കവിതയുടെ ഭംഗി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് മെറ്റഫർ ആണ്. പിന്നെ ഹൈപ്പർബോലെ എന്ന് വെച്ചാൽ എക്സാജറേഷൻ ആണ്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതിനാണ് നമ്മൾ ഹൈപ്പർബോലെ എന്ന് പറയാം. ഇപ്പം നമ്മൾ പറയാറില്ലേ, നിന്നെ ഞാൻ 100 തവണ വിളിച്ചു, നീ വിളി കേട്ടില്ല എന്ന് പറയില്ലേ. 100 തവണ ഒന്നും വിളിച്ചിട്ടുണ്ടാവില്ല, 1-2 തവണ വിളിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പറയുമ്പോൾ 100 തവണ എന്ന് പറയും. അത്തരത്തിൽ എക്സാജറേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഹൈപ്പർബോലെ എന്ന് പറയാം. ഇവിടെ ദ പ്ലാനറ്റ്സ് ബിഗ്ഗസ്റ്റ് ഡൻസ്, ഈ ഒരു ഗ്രഹത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി എന്ന് പറയുന്നത് എക്സാജറേഷൻ ആണല്ലേ. ആ ഒരു ലാക്ക് ഓഫ് ഇന്റലിജൻസ്, ആ ബുദ്ധി ഇല്ലാത്തൊരവസ്ഥയെ എംഫസൈസ് ചെയ്യാൻ, അത്രയും വിഡ്ഢിയായിട്ടുള്ള ഒരാളെന്ന് സൂചിപ്പിക്കാനാണ് ആ ഒരു പ്ലാനറ്റ്സ് ബിഗ്ഗസ്റ്റ് ഡൻസ് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു ഹൈപ്പർബോളയാണ്. ഈ 2 പോയറ്റിക് ഡിവൈസ് ആണ് ഈ ഒരു സ്റ്റാൻസയിൽ കവി ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി സ്റ്റാൻസ 3ലേക്ക് കടക്കാം നമുക്ക്. നോ ഡേ കോപ്പീസ് യെസ്റ്റർഡേ, നോ 2 nights will teach what bliss is, in precisely the same way with precisely the same kisses. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമയത്തിൻ്റെ ആ ഒരു യുണീക്നെസ്സിനെ പറ്റി തന്നെയാണ് ഇവിടെയും സംസാരിക്കുന്നത്. അതായത് നോ ഡേ കോപ്പീസ് യെസ്റ്റർഡേ എന്ന് വെച്ചാൽ ഒരു ദിവസവും മറ്റൊന്നിൻ്റെ കാർബൺ കോപ്പി അല്ല എന്നാണ് പറയുന്നത്. ഓരോ ദിവസവും അതിൻ്റെതായ വ്യത്യസ്തതകളുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന പോലെയല്ല നാളെ. അപ്പം നമ്മൾ വിചാരിക്കുക എല്ലാ ദിവസവും ഒരുപോലെയാണെന്നല്ലേ, എന്നാൽ അല്ല, ഓരോ ദിവസവും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഒന്നിൻ്റെ കാർബൺ കോപ്പി അല്ല മറ്റൊരു ദിവസം എന്ന് പറയണം. നോട്ട് 2 nights will teach what bliss is. ഇപ്പോൾ 2 രാത്രികൾ നമ്മൾ എന്താണ് പഠിപ്പിച്ചത് എന്ന് പറയുന്നത് അല്ലേ. ഇൻ പ്രിസൈസ്ലി ദ സെയിം വേ, ഒരുപോലെ ആവണം എന്നില്ല എന്ന് പറയാണ്. വിത്ത് പ്രിസൈസ്ലി ദ സെയിം കിസസ്, അതായത് നമ്മുടെ ലൈഫിലുണ്ടാവുന്ന, അപ്പോൾ കിസസ് എന്നൊക്കെ വളരെ ഇൻറ്റിമസി ആയിട്ടുള്ള ആളുകളോട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു സന്തോഷം ആയിക്കോട്ടെ, ഒരു ഇൻറ്റിമസി ആയിക്കോട്ടെ, മറ്റൊരാളോട് നമ്മൾ ഇടപഴകുന്ന നിമിഷങ്ങളായിക്കോട്ടെ, ഈ ഇത്തരം കാര്യങ്ങൾ നമ്മളെല്ലാ രാത്രികളും ഒരുപോലെയാണെന്ന് വിചാരിക്കും. എന്നാൽ അല്ല, ഓരോ രാത്രികളും വ്യത്യസ്തമാണ്, ഓരോ അനുഭവങ്ങളും വിഭിന്നങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പോയറ്റിക് ഡിവൈസുകൾ കാണാൻ പറ്റും. ഒന്നാമത്തെ കാര്യം പേഴ്സോണിഫിക്കേഷനാണ്. കാരണം ഇവിടെ പറഞ്ഞു നോക്കൂ, 2 nights will teach എന്നാണ് പറയുന്നത്. 2 രാത്രികൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ രാത്രികൾ പഠിപ്പിക്കാറില്ല. രാത്രികൾ എന്ന് വെച്ചാൽ ജീവനില്ലാത്ത ഒരു വസ്തുവായിട്ടല്ല നമ്മൾ കരുതുക. അപ്പോൾ ഇവിടെ രാത്രികളെ ഒരു മനുഷ്യജീവിയെ പോലെ കരുതുന്നുണ്ട് കവി. അപ്പോൾ അതിനെ നമുക്ക് പേഴ്സോണിഫിക്കേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ നൈറ്റ്സിനെ ഇവിടെ കവി പേഴ്സോണിഫൈ ചെയ്യുന്നുണ്ട്. കവി നൈറ്റ്സിന് ഒരു എബിലിറ്റി കൊടുക്കുന്നു. എന്താണ് എബിലിറ്റി? ടു ടീച്ച് അല്ലേ, പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ പറ്റി പഠിപ്പിക്കുന്നുണ്ടെന്ന് പറയണം. അപ്പോൾ അതൊരു പേഴ്സോണിഫിക്കേഷനാണ്. പിന്നെ ഒരു പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് റിപ്പീറ്റേഷനാണ്. നമുക്ക് കാണാൻ പറ്റും അവിടെ പ്രിസൈസ്ലി ദ സെയിം എന്നുള്ള വാക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. ഇത് ഒരു തരത്തിലുള്ള പോയറ്റിക് ഡിവൈസ് ആണ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻസൊക്കെ അകത്ത് പറഞ്ഞു വെക്കുന്നത് ഓരോ ദിവസങ്ങളും പ്രത്യേകതകൾ നിറഞ്ഞതാണ്, ഓരോ നിമിഷങ്ങളും വ്യത്യസ്തങ്ങളാണ്. നമ്മൾ ഓരോ രാത്രികളും ഒരുപോലെയാണെന്ന് വിചാരിക്കും അല്ലേ. നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുടെ കൂടെ ചെലവഴിക്കുന്ന സമയത്ത് കിട്ടുന്ന ഓരോ അനുഭവങ്ങളും, ഓരോ സന്തോഷവും, ഓരോ ഇൻറ്റിമസിയും ഒരുപോലെയല്ല, അതൊക്കെ വ്യത്യസ്തങ്ങളാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. ദെൻ നെക്സ്റ്റ് 4th സ്റ്റാൻസിലേക്ക് കടക്കാം. One day perhaps some idle tongue mentions your name by accident. I feel as if a rose were flung into the room, all hue and scent. അപ്പോൾ ഈ ഒരു സ്റ്റാൻസയ്ക്കകത്ത് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ എന്താ നമുക്ക് നോക്കാം. 1 day, ഒരു ദിവസം, പെർഹാപ്സ് സം ഐഡിൽ ടങ്, ചിലപ്പോൾ ഒരു ഐഡിൽ, ഒരു മടിയനായിട്ടുള്ള മണ്ടനായിട്ടുള്ള ഒരാളുടെ വാക്ക് നിന്ന്, നാവിൽ നിന്ന് അല്ലേ, മെൻഷൻ, ചിലപ്പോൾ പ്രതിപാദിക്കും യുവർ നെയിം ബൈ ആക്സിഡൻറ്റ്. നിങ്ങളുടെ പേര് ആരെങ്കിലും അല്ലേ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ദിവസം നിങ്ങളുടെ പേര് പ്രതിപാദിക്കുകയാണെങ്കിൽ അതെന്തുപോലെ തോന്നുകയാണ്? ഐ ഫീൽ, എനിക്ക് തോന്നുന്നത് എന്തുപോലെയാണ്? ആസ് ഇഫ് എ റോസ് വെർ ഫ്ലങ് ഇൻ ടു ദ റൂം, ഒരു റൂമിലേക്ക് ഒരു റോസ് വീഴുന്നത് പോലെ ാണെന്ന് പറയുന്നത്. കാരണം റോസ് വീണ് കഴിഞ്ഞാൽ ആൾ ഹ്യൂ ആൻഡ് സെൻ, ചുറ്റും എന്താണ്? ഹ്യൂ, നിറങ്ങൾ ഉണ്ടായിരിക്കും, ആൻഡ് സെൻ, സുഗന്ധം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങളുടെ പേര് ആരെങ്കിലും പ്രതിപാദിക്കുകയാണെങ്കിൽ എനിക്കത് തോന്നുന്നത് ഒരു റൂമിലോട്ട് റോസാപുഷ്പം എടുത്തെറിയപ്പെട്ട പോലെയാണെന്നാണ് പറയുന്നത്. കാരണം നിങ്ങളെ പറ്റിയുള്ള ഓർമ്മ എനിക്ക് ആ ഒരു നിമിഷത്തേക്ക് കടന്നു വരികയും എൻ്റെ മനസ്സിനകത്തേക്ക് ആ ഒരു സുഗന്ധവും നിറവും നിങ്ങൾ നിറയ്ക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സുഗന്ധവും നിറവും കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനിക്ക് നിങ്ങളെ പറ്റിയുള്ള ഓർമ്മ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പോൾ കുറച്ച് നേരത്തേക്കെങ്കിലും എനിക്ക് നിങ്ങളെപ്പറ്റി ഓർമ്മ വരുന്നുണ്ടെന്ന് പറയണം. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരുപാട് വിലപ്പെട്ട നിമിഷങ്ങളാണ്. അതിനകത്ത് നിങ്ങളുടെ പേരുകൾ പ്രതിപാദിക്കുന്ന സമയത്ത് മാത്രം അല്ലേ നിങ്ങളെപ്പറ്റി ഓർമ്മ വരുന്നു. അപ്പോൾ ഓർമ്മകൾ എന്ന് പറയുന്നത് വെറും ക്ഷണികമാണ് എന്ന് പറയുന്നു. അത് കുറച്ചു നേരെ ആയുസ്സുള്ളൂ എന്ന് പറയണം.
ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഡെക്കറേറ്റീവ് ഡിവൈസുകൾ സിമിലിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളുടെ പേര് പ്രതിപാദിക്കുന്നതിനെ കമ്പയർ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത് റൂമിലോട്ട് റോസാപുഷ്പം എടുത്തെറിയപ്പെട്ട പോലെ എന്ന് പറയുന്നു. പോലെ എന്ന് ഉപയോഗിക്കാനായിട്ട് ഇവിടെ ആസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് സിമിലിയാണ്. പിന്നെ രണ്ടാമതായിട്ട് വരുന്ന പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് സെൻസറി ഇമേജറി ആണ്. ഇതിനകത്ത് ഹ്യൂ ആൻഡ് സെന്റ് എന്ന് പറയുന്നുണ്ട്. ഹ്യൂ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന നിറങ്ങളാണ്. അപ്പോൾ അത് വിഷ്വൽ ഇമേജും, സെന്റ് എന്ന് പറയുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ്, അത് ഓൾഫാക്ടറി ഇമേജുമാണ്. നെക്സ്റ്റ് സ്റ്റാൻസയിലേക്ക് കടക്കാം. ദ നെക്സ്റ്റ് ഡേ ദോ യു ആർ ഹിയർ വിത്ത് മീ ഐ കാൺ ഹെൽപ്പ് ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക്. എ റോസ് വാട്ട് കുഡ് ദാറ്റ് ബി? ഈസ് ഇറ്റ് എ ഫ്ലവർ ഓർ എ റോക്ക്? ഇപ്പൊ ഈ ഒരു സ്റ്റാൻസയിൽ എന്താ നമുക്ക് നോക്കാം. ദ നെക്സ്റ്റ് ഡേ, പിറ്റേ ദിവസം അല്ലേ, ദോ യു ആർ ഹിയർ വിത്ത് മീ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾ കവിതാക്കളാണെങ്കിൽ കഴിഞ്ഞ ദിവസം നിന്നെ പറ്റി ആലോചിച്ചപ്പോൾ റോസാപുഷ്പം വീണ പോലെ എന്നൊക്കെ തോന്നി, സന്തോഷം തോന്നി എന്നൊക്കെ പറഞ്ഞിടത്തുനിന്നാണ് പറയുന്നത്. പിറ്റേ ദിവസം അല്ലേ എന്ത് സംഭവിച്ചു? ദോ യു ആർ ഹിയർ വിത്ത് മീ, നീ എൻ്റെ കൂടെ ഉണ്ടായിട്ട് പോലും അല്ലേ, ഐ കാൺ ഹെൽപ്പ് ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക്, എനിക്ക് ക്ലോക്കിലേക്ക് നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാണ്. കാരണം ഞാൻ സമയം നോക്കിയിരിക്കുകയാണ്. എ റോസ്, റോസോ, ഏത് റോസ് അല്ലേ? വാട്ട് കുഡ് ദാറ്റ് ബി, എന്തായിരുന്നു അത് അല്ലേ? ഈസ് ഇറ്റ് എ ഫ്ലവർ ഓർ റോക്ക്, അതൊരു പുഷ്പമായിരുന്നോ അതോ ഒരു പാറയായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അത്രയും സന്തോഷിച്ചിരുന്നു നിന്റെ പേര് കേട്ട സമയത്തൊക്കെ. ആ ഒരു സന്തോഷം വളരെ ക്ഷണികമായിട്ട് കുറച്ചു നേരം ഉണ്ടായിട്ടുള്ളത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇന്നത്തേക്ക് നോക്കുന്ന സമയത്ത് ഇന്നലത്തെ ആ സന്തോഷം എന്ന് പറയുന്നത് ശരിക്കും ഉള്ളതാണോ, അത് റിയാലിറ്റി ആണെന്നൊക്കെ ചോദിക്കണം. അപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് മനുഷ്യന് അത് സ്ഥിരതയില്ല, അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്നിൽ ജീവിക്കുക എന്നുള്ളതാണ്, റിയാലിറ്റിയെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചോദിക്കുകയാണ്, കഴിഞ്ഞ ദിവസം കണ്ടത് റോസാപുഷ്പം തന്നെയല്ലേ അതോ അത് പാറക്കഷ്ണം വല്ലതാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നതിനെ പറ്റിയിട്ടുള്ള ചോദ്യം ചെയ്യലും ജീവിതത്തിന്റെ സ്ഥിരതയില്ലായ്മയെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു സ്റ്റാൻസ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കവിത കാർപീഡിയം പോലെയുള്ള ഒരു കവിതയാണ്. കാർപീഡിയം എന്ന് വെച്ചാൽ എന്താണ്? സേസ് ദ ഡേ, പ്ലക്ക് ദ ഡേ എന്നാണ്. എൻജോയ് യുവർ സെൽഫ് വൈൽ യു ഹാവ് ദ ചാൻസ് എന്നാണ്. നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ജീവിതം പരമാവധി ആസ്വദിക്കുക എന്നുള്ളതാണ്. അതേ ഐഡിയോളജി തന്നെയാണ് യോലോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. യോലോ എന്ന് വെച്ചാൽ യു ഓൺലി ലീവ് വൺസ് എന്നാണ്. അതായത് നമ്മൾ ഇന്ന് ജീവിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ സാഹചര്യങ്ങളിൽ, ഇന്നത്തെ അവസ്ഥകളിൽ നമ്മൾ ജീവിതം ഏറ്റവും കൂടുതൽ ആസ്വദിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുന്നത് ഇമേജറിയാണ്. ഫസ്റ്റ് ഇമേജറി വരുന്നത് ദ ഇമേജ് ഓഫ് ലുക്കിംഗ് അറ്റ് എ ക്ലോക്ക് അല്ലെ, ക്ലോക്കിലേക്ക് നോക്കിയിരിക്കുന്നത് ഒരു ഇമേജറിയാണ്. രണ്ടാമത്തെ പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് റിപ്പീറ്റേഷൻ ആണ്. ദ റിപ്പീറ്റേഷൻ ഓഫ് എ റോസ് എംഫസൈസസ് ദ കൺഫ്യൂഷൻ ആൻഡ് ഡൗട്ട് ഇൻ ദ സ്പീക്കേഴ്സ് മൈൻഡ് അല്ലെ. ആ സ്പീക്കറുടെ മനസ്സിലുണ്ടാവുന്ന സംശയവും അതുപോലെ തന്നെ കൺഫ്യൂഷനും എംഫസൈസ് ചെയ്യാൻ, ഊന്നി പറയാനായിട്ടാണ് എ റോസ് എന്ന് പറയുന്ന റിപ്പീറ്റേഷൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സിക്സ്ത് സ്റ്റാൻസയിലേക്ക് നോക്കാം. Why do we treat the fleeting day with so much needless fear and sorrow? It's in its nature not to stay. Today is always gone tomorrow. അപ്പോൾ ഇവിടെ കവി ചോദിക്കുകയാണെന്ന്, വൈ ഡു വി ട്രീറ്റ് ദ ഫ്ലീറ്റിംഗ് ഡേ, നമ്മൾ എന്തിനാണ് ഈ ഫ്ലീറ്റിംഗ് ഡേ, ഫ്ലീറ്റിംഗ് എന്ന് വെച്ചാൽ ക്ഷണികമായിട്ടുള്ള അല്ലെ, അധികാലം നിലനിൽക്കാത്ത ഈ ദിവസത്തെ നമ്മൾ എന്തിനാണ് ട്രീറ്റ് ചെയ്യണം, എങ്ങനെ? വിത്ത് സോ മച്ച് നീഡ്ലെസ് ഫിയർ ആൻഡ് സോറോ, വളരെ ഭയത്തോട് കൂടിയിട്ടും വളരെ വേദനാജനകമായിട്ട് നമ്മൾ എന്തിനാണ് ഈ ക്ഷണികമായ ദിവസത്തെ നമ്മൾ പരിഗണിക്കുന്നതെന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് ഇൻ ഇറ്റ്സ് നേച്ചർ, അതിന് അതിൻ്റെതായ ഒരു സ്വഭാവമുണ്ട്, ഒരു പ്രകൃതമുണ്ട്. എന്താണ്? നോട്ട് ടു സ്റ്റേ, ഒരിക്കലും അത് അവിടെ സ്റ്റേ ചെയ്യില്ല എന്നുള്ള പ്രകൃതം. അതായത് സമയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിശ്ചലമാവില്ല, അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും, അതൊരിക്കലും സ്റ്റേബിൾ അല്ല. കാരണം ഇന്ന് എന്നുള്ളത് നാളത്തേക്ക് വഴിമാറും അല്ലെ, അതാണ് പറഞ്ഞത് ടുഡേ ഈസ് ആൾവേസ് ഗോൺ ടുമാറോ, ഇന്നുള്ളത് നാളത്തേക്ക് വഴിമാറും. അപ്പോൾ സമയം എന്ന് പറയുന്നത് ഒരിക്കലും കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കില്ല, അത് ഫ്ലീറ്റിംഗ് ആണ്, അത് ക്ഷണികമാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ പേടിക്കുന്നത്, നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന പോയറ്റിക് ഡിവൈസുകൾ നേരത്തെ പറഞ്ഞ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതുപോലെ പേഴ്സോണിഫിക്കേഷൻ വരുന്നുണ്ട്. ഇവിടെ ഉപയോഗിക്കുന്ന മറ്റൊരു പോയറ്റിക് ഡിവൈസ് പേഴ്സോണിഫിക്കേഷൻ ആണ്. ഡേ, ദിവസത്തിനെ അവിടെ പേഴ്സോണിഫൈ ചെയ്യുന്നുണ്ട്, അതിന് അതിൻ്റെതായിട്ടുള്ള നേച്ചർ ഉണ്ടെന്ന് പറയുന്നില്ലേ. ഇറ്റ്സ് ഇൻ ഇറ്റ്സ് നേച്ചർ നോട്ട് ടു സ്റ്റേ അല്ലേ, നിലനിൽക്കാത്ത അതിന്റെ പ്രകൃതം ഉണ്ടെന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പേഴ്സോണിഫിക്കേഷൻ ആണ്. കാരണം മനുഷ്യരുടെ പോലെ പ്രവൃത്തി ചെയ്യുന്ന പോലെ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് പേഴ്സോണിഫിക്കേഷൻ ആണ്. നമുക്ക് ലാസ്റ്റ് സ്റ്റാൻസയിലേക്ക് കടക്കാം. With smiles and kisses we prefer to seek accord beneath our star. Although we are different, we can go just as two drops of water are. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം.
വിത്ത് സ്മൈൽസ് ആൻഡ് കിസസ്, അതായത് പുഞ്ചിരികളും അതേപോലെ കിസസ് ചുംബനങ്ങളുമായിട്ട്. അപ്പൊ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളോട് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അത്തരത്തിലുള്ള പരസ്പര സ്നേഹ പ്രകടനങ്ങളിലൂടെയാണ് അല്ലെ. വി പ്രിഫർ ടു സീക്ക് അക്കോർഡ് എന്ന് പറഞ്ഞത്. അക്കോർഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒന്നിച്ച് നിൽക്കുക, ഹാർമോണിയസ് ആയിട്ട് നിൽക്കുക. അപ്പൊ ഞങ്ങള് പുഞ്ചിരികളോടെയും ഞങ്ങള് ചുംബനങ്ങളിലൂടെയും ഞങ്ങൾ ഒന്നിക്കാൻ ശ്രമിക്കുകയാണ്. എന്തിന് കീഴിൽ? ബിനീത്ത് അവർ സ്റ്റാർ, ഞങ്ങളുടെ സ്റ്റാറിന് താഴെ. സ്റ്റാർ എന്ന് വെച്ചാൽ ശരിക്കും അതൊരു സിംബലിസം ആട്ടോ, ഒരു സിംബൽ. എന്തിന് സിംബലാണ്? അതൊരു അവരുടെ ഒന്നിച്ചുള്ള ഒരു ലക്ഷ്യത്തിന്റെ സിംബലാവാം. അപ്പോൾ സ്റ്റാർ എന്ന് സൂചിപ്പിക്കുന്ന ഒരു സിംബലാണ് ഇവിടെ. ആ സിംബൽ എന്ന് പറയുന്നത് ചിലപ്പം അവരുടെ വിധിയാവാം, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യസ്ഥാനമാവാം. രണ്ടാണെങ്കിലും ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിന് കീഴിൽ ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുകയാണ്. ഞങ്ങളുടെ ചുംബനങ്ങളിലൂടെയും ഞങ്ങളുടെ ഈ പുഞ്ചിരികളിലൂടെയും ഞങ്ങൾ ഒന്നിച്ച് നിൽക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയാം. ഞങ്ങൾ ഹാർമോണിയസ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുകയാണ്. ആൾദോ എന്നിരുന്നാലും വി ആർ ഡിഫറെന്റ്, പക്ഷെ ഞങ്ങളൊക്കെ വ്യത്യസ്തരാണ്. കാരണം ഓരോ വ്യക്തികളും വിഭിന്നങ്ങളാണ്. നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടല്ലേ, ഓരോ വ്യക്തികൾക്കും അവരുടേതായുള്ള വികാരങ്ങളും വിചാരങ്ങളും ചിന്താഗതികളും വ്യത്യസ്തങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ വി കൺകോർ, ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്, ഞങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ട്, ഞങ്ങൾ വ്യത്യസ്തരാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ വ്യത്യസ്തരാണെങ്കിൽ പോലും അല്ലെ, ജസ്റ്റ് ആസ് 2 drops ഓഫ് വാട്ടർ ആർ, ഞങ്ങള് 2 തുള്ളി വെള്ളം പോലെയാണ്. 2 തുള്ളി വെള്ളം എന്ന് വെച്ചാൽ അതൊരു മെറ്റഫർ കേട്ടോ, മെറ്റഫോറിക്കൽ യൂസേജ് ആണ്. എന്താ വെച്ചാൽ ഒരു യൂണിറ്റിയെ സൂചിപ്പിക്കാനാണ്. ഞങ്ങൾ വ്യക്തികളായിട്ട് വ്യത്യസ്തരാണെങ്കിലും ഞങ്ങൾ ലക്ഷ്യവും ഞങ്ങൾ ഒന്നിച്ച് നിർത്തുന്നത് 2 തുള്ളി വെള്ളം പോലെയാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊരു യൂണിറ്റി ഉണ്ട്. വെള്ളത്തുള്ളികൾ പോലെ ഞങ്ങൾ കാണുന്ന സമയത്ത് ഒരുപോലെ തോന്നുന്നുണ്ടെങ്കിലും ഞങ്ങൾക്കുള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ വിഭിന്നങ്ങളാണ്. പക്ഷെ ഞങ്ങൾക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ട്, ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, ഞങ്ങൾക്കൊരു ഡെസ്റ്റിനി ഉണ്ട്, ഒരു വിധിയുണ്ട്. അപ്പൊ അതിന് താഴെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നുണ്ട്, ഒരു യൂണിറ്റി ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് പറയണം. അപ്പം മനുഷ്യരുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അവരുടെ പേഴ്സ്പെക്റ്റീവ്സും അവരുടെ ജീവിത രീതികളും ചിന്താഗതികളും ഒക്കെ വിഭിന്നങ്ങളാണെങ്കിലും അവർ ഒന്നിച്ച് നിൽക്കുന്ന, ഹാർമോണിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് കവി ഇവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പൊ വ്യക്തികൾ വിഭിന്നങ്ങളാണെങ്കിലും അവർ ഒന്നിച്ച് നിൽക്കുമ്പോൾ അത് വെള്ളത്തുള്ളികൾ പോലെ അവര് ഒരുമയുണ്ടെന്ന് കാണിക്കുകയാണ് ഇവിടെ കവി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണുന്ന പോയറ്റിക് ഡിവൈസുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിംബലിസം ഉണ്ട്. ഇവിടെ സ്റ്റാർ എന്ന് പറയുന്നതിനെ സിംബൽ ചെയ്യുന്നത് ഒരു ഗൈഡിങ് ലൈറ്റ്, നമ്മൾ മുന്നോട്ട് നയിക്കുന്ന ഒരു ലൈറ്റ് ആയിട്ടാവും, അല്ലെങ്കിൽ ഒരു കോമൺ പർപ്പസ്, ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ടായിരിക്കും, കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. അതായിരിക്കാം ജനങ്ങൾ ഒന്നിച്ചു നിന്നിട്ട് അവർ പോരാടുന്ന എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം. അതിനുവേണ്ടി ഞങ്ങൾ വിഭിന്നങ്ങളാണെന്നും ഞങ്ങൾ വ്യത്യസ്തരാണെങ്കിലും ഞങ്ങൾ ലക്ഷ്യത്തിന് വേണ്ടി ഞങ്ങൾ ഒന്നിച്ചു നിൽക്കും അല്ലെ. ഐക്യമത്യ മഹാബലം എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഒന്നിച്ചു നിൽക്കും എന്ന് പറഞ്ഞ ആശയമാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത് വരുന്ന പോയറ്റിക് ഡിവൈസ് മെറ്റഫർ ആണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഇൻഡിവിജ്വൽസിനെ കമ്പയർ ചെയ്യാനായിട്ട് 2 drops ഓഫ് വാട്ടർ എംഫസൈസ് അല്ലെ, 2 തുള്ളി വെള്ളത്തെ അവിടെ എംഫസൈസ് ചെയ്യുന്നത് ദെയർ യൂണിറ്റി, അവരുടെ ഒത്തൊരുമയും, ഡെസ്പൈറ്റ് ഡിഫറൻസസ്, അവർ വ്യത്യസ്തങ്ങളാണെങ്കിലും അവർ വ്യത്യസ്തരാണെങ്കിൽ പോലും അവർക്കുള്ളിലുള്ള ആ ഒരു യൂണിറ്റിയെ സൂചിപ്പിക്കാനാണ് ആ ഡ്രോപ്സ് ഓഫ് വാട്ടർ അവിടെ ഉപയോഗിച്ചുള്ളത്. ഒരു മെറ്റഫറാണ്. ഈ ഒരു കവിതയ്ക്കകത്ത് ഒരുപാട് പോയറ്റിക് ഡിവൈസുകൾ ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അലിട്രേഷൻ ഉണ്ട്. അലിട്രേഷൻ എന്ന് വെച്ചാൽ കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാക്കുകളാണ്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും ടു, ടീച്ച്, ഫീൽ, ഫ്ലങ്, ഡു, ഡേ, നാച്ചർ, നോട്ട് എന്ന് പറയുന്നിടത്തൊക്കെ അലിട്രേഷൻസ് ഉണ്ട്. അതുപോലെ അസോണൻസ് ഉണ്ട്. അസോണൻസ് നമുക്കറിയാം വവൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അവിടെ ഇൻ, ഈസ്, ഡേയ്സ്, യെസ്റ്റർഡേ, വിൽ, ബ്ലിസ്, ട്രീറ്റ്, ഫ്ലീറ്റിംഗ്, സീക്ക്, ബിനീത്ത് എന്ന് പറയുന്നതൊക്കെ അസോണൻസ് ആണ്. അതുപോലെ കവിതയുടെ റൈമിംഗ് സ്കീം എ ബി ആണ്. റൈമിംഗ് വേർഡ്സ് നമുക്കറിയാം ട്വൈസ്, ഇംപ്രവൈസ്ഡ്, ഈസ്, പ്രാക്ടീസ്, ഡമ്മർ, സമ്മർ, ഡെൻസ്, വൺസ്, യെസ്റ്റർഡേ, വേ, ഈസ്, കിസസ്, ടങ്, ഫ്ലങ്, ആക്സിഡന്റ്, സെന്റ്, മീ, ബി, ക്ലോക്ക്, റോക്ക്, ഡേ, സ്റ്റേ, സോറോ, ടുമോറോ, പ്രിഫർ, കോൺകർ, സ്റ്റാർ, ആർ. ഇതൊക്കെ ഇതിനകത്ത് വരുന്ന റൈമിംഗ് വേർഡ്സ് ആണ്. ഫിഗർ ഓഫ് സ്പീച്ച്, സിമിലി, മെറ്റഫറും പേഴ്സോണിഫിക്കേഷനും ഒക്കെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്.